നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഉച്ചക്കലേക്ക് എന്താണ് കറി വയ്ക്കുക? കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കും, കോവയ്ക്ക കുറേ ഉണ്ട്, വലിയ കോവയ്ക്കാണ് കണ്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നമ്മുടെ തന്നെ കോവയ്ക്ക പൊട്ടിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കറി വെച്ചു. നല്ല രസമായിട്ടുള്ള കറി വെച്ചു. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് മനസ്സിലായിട്ട്. കുറേ വ്യൂസ് ഉണ്ടായിരുന്നു, ഇഷ്ടമായിട്ടുണ്ട്. നല്ല കറിയാണത്. രാജേട്ടനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി. അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുക്കറിൽ വെക്കണം, വേഗം ആവാനായിട്ട്. നല്ല രസമായിട്ട് കോവയ്ക്കും തക്കാളിയും ഒക്കെ ചേർത്ത് സൂപ്പർ കറി. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പം അടുത്ത് ഒരാളെന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഈ കോവയ്ക്ക കൊണ്ട് മെഴുക്ക് പറ്റി ഉണ്ടാക്കണതൊന്ന് ഇടുമോയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്, പണ്ടാണ് കേട്ടോ. ഇപ്പോൾ അടുത്തല്ല ഇട്ടേക്കണത്. ഒരു 2-3-4 കൊല്ലം മുൻപ് ഞാൻ കോവയ്ക്കാന്ന് മെഴുക്ക് പറ്റി ഉണ്ടാക്കണത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നതൊന്നും ഇടാല്ലേ, നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കോവയ്ക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. മാത്രമല്ല, ഞാൻ സാധാരണ മെഴുക്ക് പറ്റി ഉണ്ടാക്കണമെങ്കിലും വിട്ട് ഇത്തിരി സാധനങ്ങൾ കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കോവയ്ക്ക നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട്, കുറേ ഉണ്ട് കേട്ടോ, നന്നായിട്ട് കഴുകിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ നുറുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിന്ന് കറി വയ്ക്കേണ്ടത് ഒഴിച്ച് കറിയായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മുരിങ്ങക്കായുണ്ട്, വെണ്ടക്കായുണ്ട്, കുമ്പളങ്ങയുണ്ട്, തക്കാളി. അപ്പോൾ സാമ്പാർ വയ്ക്കാൻ വേണമെങ്കിൽ, പക്ഷേ സാമ്പാർ ഇന്നൊന്ന് സാമ്പാർ വെക്കണ്ട, പുളിങ്കറി വെക്കാം കേട്ടോ. ഇതുകൊണ്ട് നല്ല പുളിങ്കറി കൂടി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും. പുളിങ്കറിക്ക് ആദ്യം വേണ്ടത് പരിപ്പാണല്ലോ. ആദ്യം തന്നെ പരിപ്പ് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഞാനിന്നൊരു തുവരപ്പരിപ്പാണ്. ഇന്നൊരു 1/2 ഗ്ലാസ്, അത് 2 വാളം, 2 കയ്യിൽ 2 വാളം എടുക്കാം. എന്ന് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് സവാളയൊന്നും ചേർക്കണ്ട, വെറുതെ കുക്കറിലൊന്ന് വേവിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇടുക, മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുക, വേവിക്കുക. ഓക്കെ. പിന്നെ ഇത്തിരി പുളി കൊണ്ട് വെച്ചാൽ പുളിങ്കറി ആയി. അപ്പോൾ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ 2 സാധനങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ എൻ്റെ കുഞ്ഞു പൂച്ചോളെ കാണിച്ചത് കേട്ടോ. കുഞ്ഞു പൂച്ചോളുണ്ടായിട്ടുണ്ട് ഇവിടെ. നമ്മുടെ പാണ്ടത്തി പൂച്ചില്ലേ, അവള് മായ, അവളുടെ പ്രസവിച്ചിട്ട് അവളുടെ കുട്ടികളെ അവൾ 2-3-4 ദിവസമൊക്കെ ഇവിടെ നോക്കിയിട്ടാ. ഇപ്പം അവൾ വരുന്നേ ഇല്ല. അവളെവിടെ പോയതൊരു പിടിയില്ല. ഈ കുഞ്ഞുങ്ങളാകെ അനാഥരായിട്ടിരിക്കുക. മറ്റേ പൂച്ചിട്ടുള്ള മിയ, ആ മിയൻ പ്രസവിച്ചു. അവൾക്ക് 3 കുട്ടികൾ, അവളെപ്പോലെ തന്നെ 3 കുട്ടികൾ. അവൾ വല്ലപ്പോഴും കുട്ടികളെ പുറത്തേക്ക് എടുത്തു കൊടുത്തു. അവളുടെ ഉദ്ദേശം നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറ്റാന്നാണ്. പക്ഷെ വീടിൻ്റെ മുകളിൽ കയറ്റാനായിട്ട് ആരും സമ്മതിക്കണില്ല. അവർ വിറക് പേരുടെ മുകളിലോ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്നാണ് പറയണത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ പുളിങ്കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് വെച്ചു കേട്ടോ കുക്കറിൽ. ഇനി നമുക്ക് മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ നോക്കാം. കോവയ്ക്ക വട്ടത്തിൽ, ഞാൻ പറഞ്ഞില്ലേ വട്ടത്തിൽ, ഇങ്ങനെ അരിഞ്ഞു വെച്ചു. ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കണ്ടോ, ഒരു 5-10 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്. മഞ്ഞപ്പൊടി മുളക് പൊടി വെച്ചു. ഇതാ കണ്ടോ, പുളിങ്കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് കോവയ്ക്ക. ആദ്യം നമുക്ക് ഇത് വയ്ക്കാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക ചെറുതാക്കി നുറുക്കി വെച്ചു. വട്ടത്തിൽ ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ലേശം കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇടാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കറിവേപ്പില ഇടാൻ കുറച്ച്. ഉള്ളി നന്നായിട്ട് മൂക്കട്ടെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇളക്കാം. ദാ ഇപ്പോൾ നോക്കൂ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കോവയ്ക്ക ഇടാം. ദാ അരിഞ്ഞ് വച്ചിരിക്കുന്ന കോവയ്ക്ക മുഴുവനും ഈ ഉള്ളി മൂത്തപ്പോൾ അതിലേക്ക് ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ഉള്ളിയും ഒക്കെ, ഉള്ളിയുടെ എല്ലാത്തിൻ്റെയും ഫ്ലേവറൊക്കെ എല്ലായിടത്തും എത്തട്ടെ.
നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ ആവാനായിട്ട് ഇളക്കുക. എൻ്റെ പ്രഷർ പോകുമ്പോൾ അതിൽ കുറച്ച് പുളിയൊക്കെ ചേർത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ ഇതാക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ഉള്ളി മൂപ്പിച്ചത് കഷ്ണമിട്ടിട്ട് ഇളക്കി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പ് പൊടി ഇടാം കേട്ടോ. 1/2 ടീസ്പൂണായിട്ടുള്ള കുറച്ചും കൂടി ഇടാം. ഉപ്പ് പൊടി ഇട്ടു. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഇളക്കാം. നമുക്ക് എല്ലാ ഭാഗത്തും ഉപ്പാവട്ടെ. കോവയ്ക്കാവുന്ന സാധനം പെട്ടെന്ന് വേവില്ല കേട്ടോ. ഇത്തിരി നേരം വേവണമെങ്കിൽ. അന്ന് നമ്മൾ കറി ഉണ്ടാക്കിയപ്പോൾ കുക്കറിലാണ് വെച്ചത്. കുക്കറിൽ 4 വിസിൽ വന്നാൽ ഏത് സാധനവും വെന്തോളൂല്ലോ. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കി വേവിക്കണം. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇനി ഒന്ന് അടച്ച് വയ്ക്കാം പ്ലേറ്റ് കൊണ്ട്. ജസ്റ്റ് പുളിങ്കറിയിലേക്ക് ഒഴിക്കാനുള്ള പുളി അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് വീണ്ടും ഇളക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. ഇനി നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വീണ്ടും നമുക്ക് ഇളക്കാം. ഓരോന്നായിട്ട് ഇടുമ്പോൾ അത്രയും ടൈം എടുക്കില്ല. അപ്പോൾ അത് വേഗം വേകും. അതാണ് കേട്ടോ. നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും മുരിങ്ങക്കായും തക്കാളിയും കൂടി പുളിങ്കറിയാണ്. പുളി വെച്ചോളൂ ചെറിയ പുളി വെച്ചോളേ. ആവട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നിറച്ച് വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞു നമ്മൾ വീണ്ടും തുറന്ന് ഇനി ഇളക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി വെന്തുണ്ട് കേട്ടോ. അത് അങ്ങനെ കുറേ പ്രാവശ്യം അടച്ച് വെച്ച് തുറന്നും ഇളക്കിയും ആക്കണം. ഇനി അതിനെക്കുറിച്ച് നമുക്ക് മുളക് പൊടി ഇടാം. റെഡ് ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണ് മതി. എരിവ് അധികം വേണ്ടവർക്ക് അധികം ഇടാം. ഇത് നല്ല അധികം എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുണ്ടോന്ന് കേട്ടോ. ആകണ്ട കളറുണ്ടാവും. ഇത്രയായാൽ തന്നെ ഇത് വെന്തു കേട്ടോ. നമ്മൾ അടച്ച് വയ്ക്കാം. കുറച്ച് നേരം വേണം ആവണമെങ്കിൽ. ഇടയ്ക്ക് നമ്മൾ പുളിങ്കറി തിളച്ചു കൂട്ടാ. പുളി ഒഴിച്ചു. ചൂട് ഓഫാക്കാൻ വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചു. മുളക് പൊടി ഇനി നമുക്ക് ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒത്തിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓഫാക്കിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഇതിനുള്ളിലിരുന്ന് ഇപ്പോൾ അത് തുറക്കണ്ട, അവിടെ ഇരിക്കട്ടെ. നമുക്ക് കഴിക്കാറാവുമ്പോൾ തുറന്നാൽ മതിയിട്ട്. അപ്പോൾ നന്നായിട്ട് വെന്തുണ്ടാവും. വെള്ളമൊന്നും ഒട്ടുമില്ല. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പണി കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് അത് ആവട്ടെ. പുളിങ്കറി വറുത്തതാ കേട്ടോ. പുളിങ്കറിയിലേക്ക് വറുത്തതാ. കത്തിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് മതി. കടുകിടാം. ഇത് 1/2 ടീസ്പൂൺ കടുകിട്ടു. ഒരു നുള്ള് ഉലുവ ഇട്ടു. ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഓഫാക്കിട്ടോ. പൊട്ടിച്ചിട്ടു. അടച്ചു വെക്കാം. ഇതിൽ കറിവേപ്പില ഇട്ടു കേട്ടോ. നമ്മുടെ
മീൻകറി റെഡി, ഉപ്പേരി റെഡി, കോവയ്ക്ക മെഴുക്ക് വരട്ടി. കൂട്ടാനും മെഴുക്ക് വരട്ടിയൊക്കെ പകർത്തി കേട്ടോ. ഊണ് റെഡി, ചോറ് റെഡി, പുളിങ്കറി റെഡി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, സ്പെഷ്യൽ മെഴുക്ക് പുരട്ടി റെഡി, നെല്ലിക്കക്കറി റെഡി. പൂച്ചകൾ കണ്ടില്ലേ? വിയാ ഇങ്ങോട്ട് വാ, ഓടിയോ. അതേ പോണു, ജാസിൻ്റെ അടുത്തേക്ക് വരണേട്ടാ. ദേ വരുന്നു, ദേ പോണു. അമ്പോ വാ. ഇതാണ് കേട്ടോ മിയയുടെ കുട്ടി. കണ്ടില്ലേ, കുഞ്ഞാ, കടിച്ചു പിടിച്ച് കൊണ്ടുപോകണം.